അപ്പൊ നമ്മള് മടിക്കേരി ടൗണിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാണ് ഇപ്പൊ. ഇനി അടുത്തത് നമുക്ക് അബി വാട്ടർഫാൾസ്. അപ്പൊ എല്ലാവർക്കും നമ്മളെ അബി വാട്ടർഫാൾസിലേക്കുള്ള യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പൊ ഞങ്ങളിതാണ് മടിക്കേരി ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ വണ്ടികളാണ്. ചെറിയ ടൗൺ, അധികം വലിയ വീതിയുള്ള ഒന്നുമില്ല അല്ലെ. കുറച്ച് കുന്നും മലകളിലൊക്കെ ഒരു ഏരിയയാണ്. കുടക് ജില്ലയിലുള്ള മടിക്കേരി കൂടെയാണ് ഇപ്പൊ ഞങ്ങൾ. പിന്നെ അങ്ങ് ദൂരോട്ട് നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ ഓരോ തട്ടായിട്ട് മേലെ 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 കൊറേ വീടുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഇഷ്ടം പോലെ വീടുകളാണ് അങ്ങ് ദൂരെ കാണണോക്കട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഫുള്ള് നൈറ്റില് ഒന്ന് ഇറങ്ങിയൊക്കെ നടന്ന് കിച്ചണ് ഭയങ്കര രസമൊക്കെ ആയിട്ടുണ്ട്. ഇന്നലെ ഒരു 10-11 മണി വരെ അതിലെല്ലാം നടത്തുന്നു പണി. ഇതാണ് നമ്മളെ മടിക്കേരി ടൗണ്. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററിന്റെ അടുത്ത് കണ്ണൂരിന് പോണ ബസ്സേക്ക് ഇതിലേ വിരാജ്പേട്ട് വഴി കണ്ണൂരിനാ. റോഡ് ചെറുതാട്ടോ. അങ്ങനെ നേരെ ആ പോലീസുകാർ നിക്കുന്നില്ലേ, അവിടുന്ന് നേരെ അങ്ങോട്ട് പോണതാണ് പിന്നെ ബസ് സ്റ്റാൻഡ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വലത്തോട്ട് നമ്മൾ ഇന്നലെ പോയില്ലേ ഈ റോഡിന് ഇങ്ങോട്ട് അതിലെ പോണം. അതിലെ ഒരു 6 കിലോമീറ്റർ പോണം. മണലത് ഇതല്ലേ സിമെന്റ്. പല കളർ ബസ് ഉണ്ടല്ലേ അതില്, പച്ചയായിട്ടും ചുവപ്പായിട്ടും. പട്ടാളക്കാരുണ്ടോ ബസ്സില്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. എല്ലാരും അവനവന്റെ കാര്യം നോക്കി അങ്ങനെ നടക്കണ്ടല്ലേ. പിന്നെന്തിനാ നോക്കുന്ന ആൾക്കാര്? നീ ആരുവാ? നീ ആരടാ? അതാണ് ആൾക്കാർ ചോദിക്കുക. നീ ആരാടാണ്? തുണിക്കടകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. സാരിയും എന്തൊക്കെയോ ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ തുണിക്കടകളുണ്ട്. മണ്ഡലപ്പട്ടി അബി വാട്ടർഫാൾസ്. എങ്ങോട്ടാണ് പെണ്ണുങ്ങൾ പോകുന്നത്? ചെറിയ റോഡാണുള്ളത്. ചെറിയ റോഡും റോഡിൽ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്ത് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും സൈഡ് ആക്കാനുള്ള ഗ്യാപ്പ് ഇല്ല, മൊത്തം വണ്ടികളാ. എന്തിനു മാർക്ക്? ടോഫി കോഫി. ഇവിടുന്ന് റൈറ്റ് ആണ് അല്ലേ? നേരെയാ? നേരെ. ആ വൈപ്പർ വന്നിട്ട് എസിന്റെ പാടുണ്ട് അവിടെ. ഞാൻ ആ ഗ്ലാസിന്റെ അങ്ങോട്ട്, അതാ വെറുതെ അല്ല തണുപ്പില്ലാത്ത കേട്ടോ. ഞാനേ ആ ഗ്ലാസിന്റെ അങ്ങോട്ട് പിന്നെ ഇത് മാറ്റി. ഇവിടുത്തെ വണ്ടിയുടെ ഷോറൂമാണ്, സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ ഷോറൂമാണ് അല്ലേ? സ്കൂട്ടീസിലെ അല്ല, അത് റെന്റിന് കൊടുക്കുന്ന. ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കുന്നു, കറങ്ങി നടക്കുന്നു, വണ്ടി തിരിച്ചു കൊണ്ടേ കൊടുക്കുന്നു. ചെറിയ റോഡിലെ ഫുള്ള് ബിൽഡിങ്ങും ഷോപ്പുകളൊക്കെ ആട്ടോ. താഴെ ഇങ്ങനത്തെ ഷോപ്പുകളും മേലെ ഫുള്ള് അവിടെ അല്ലേ. ഒന്നിനെ പെറുക്കിയല്ലോ, ഉച്ചക്കത്തേനുള്ള കറക്കില്ലേ. ആള് കൊള്ളാട്ടോ. താഴെ ഫുള്ള് ഷോപ്പുകളാണ്, മേലെ മൊത്തം ക്വാർട്ടേഴ്സുകൾ പോലത്തെ ഇതൊക്കെയാണ്. വണ്ടിയിലൊക്കെ തുണി ഉണക്കാനിരുന്നുണ്ട് അല്ലേ. ജിമ്മിന് ഭയങ്കര നോട്ടം നോക്കണ്ടല്ലോ. ജിമ്മിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ വണ്ടി. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ എവിടെയോ എത്തിയിട്ടുണ്ട്. ഒരു കയറ്റാണുള്ളത്.
ഇവിടുന്ന് നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. കാണിക്കുന്നത് പോട്ടെ ഇവിടുന്ന് വണ്ടി ആ പോട്ടെ 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 ഇല്ല ഇല്ല പോട്ടെ പോട്ടെ വണ്ടിക്കകത്തോ ഇങ്ങോട്ടൊക്കെ ബിൽഡിംഗ് ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ട് അല്ലേ, താമസിക്കാന് റൂമുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അല്ലേ. ആ അതെ, ഹോം സ്റ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വീടുകൾ നോക്കിയേ, സ്റ്റൈല് വീടുകളൊക്കെ. വണ്ടികളൊന്നും എണ്ണണ്ടടാ, വണ്ടികൾ എണ്ണിഞ്ഞ് കടം കൂട്ടല്ലേ. വണ്ടീന്റെ ഗ്ലാസ്സിൽ തുണി ഇട്ടേക്കല്ലേ, ബെഡ്ഷീറ്റും തുണികളൊക്കെ വിരിച്ചിട്ട്. ഇത് ആദ്യമായിട്ടോ ട്രിപ്പ് കിട്ടിയ പോലെയാണ്, ഓണടിച്ച് പരക്കം പാഞ്ഞ് വരുന്നുണ്ടല്ലോ ഓട്ടോക്കാരൻ. അങ്ങനെ ആദ്യമായിട്ട് ട്രിപ്പ് കിട്ടുകയെന്ന് കൊണ്ടുവന്ന് കുറ്റമാണ്. അയാള് വണ്ടി നിർത്തി നോക്കണേ. ഒന്നുമില്ല 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 ഒന്നുമില്ല, അതിന് പോകാൻ പറ്റൂലേ? എന്താണ് അതില് പോരാൻ പറ്റൂല? അറിയില്ല, ആ വണ്ടിയൊക്കെ പോയില്ലല്ലോ പോകുന്നത്. എത്രങ്ങാനും വണ്ടി പോകണ്ട്. എത്ര ദൂരം പോകണം? നമുക്ക് കൊറേ പോവാണ്ടോ? 6 കിലോമീറ്റർ കൂടി പോകാണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ നോക്കിയടാ, കിളിക്കൂട്, പിന്നെ ചോക്ലേറ്റ്, പോട്ടെ പോട്ടെ, അബി വാട്ടർഫാൾസ്, നേരെ പോട്ടെ. ഏതായാലും ഇവിടുത്തെ കാലാവസ്ഥ നല്ലൊരു ഇതായോണ്ട് തണുപ്പുണ്ട്, ആ നല്ല രസാണ്. കാഴ്ചക്കാർക്കൊക്കെ നടന്ന് കാണാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ. അവിടെയൊക്കെ ഫുള്ള് അപ്പാർട്ട്മെന്റ് അല്ലാത്ത എന്താണ് സംഭവം, കോളേജുകളൊക്കെ ആയിരിക്കൂലേ, ഹോസ്പിറ്റലോ കോളേജുകളോ. തണുപ്പല്ലേ? പുറത്തും തണുപ്പാണ്, വണ്ടിയിലും തണുപ്പാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഇടങ്ങേറ് പറഞ്ഞാൽ ഈ റോഡാണ്. ഇവിടെ റോഡ് പറ്റ ചെറുതാണ്. ലക്ഷറി അപ്പാർട്ട്മെന്റ് ആണ്, ലക്ഷറി അപ്പാർട്ട്മെന്റ്സ്. ലക്ഷറി അപ്പാർട്ട്മെന്റില് താമസിക്കണ ചേട്ടായിക്ക് വേണ്ട, നമുക്ക് നമ്മളെ ചെറിയ അതിനകത്ത് ഇങ്ങനെ താമസിച്ചാൽ മതി. ഫുള്ള് വളവും തിരിവ് തന്നെയാണല്ലത്. ഒരു 4 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ കാഴ്ചകളൊക്കെ നല്ല രസമാട്ടോ. ഞാൻ പോണ വഴി 2 സൈഡിലും ഇഷ്ടംപോലെ പൂച്ചെടികളും സൂര്യകാന്തി പോലത്തെ ചെടികളും ഇങ്ങനത്തെ ചെടികളും പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഇതൊക്കെയാണ് കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് കൃഷിപ്പാടങ്ങളൊക്കെ ആണ് അങ്ങോട്ടൊക്കെ, ആ ഒരു സൈഡിലോട്ടൊക്കെ. സംഭവം ചോക്ലേറ്റ്സ്. ഇവിടെയൊക്കെ വീടുകളൊക്കെ ചെറിയ വീടുകളല്ലേ, ചെറുത്.
കാപ്പിത്തോട്ടങ്ങള്. ഇനിയിപ്പോ ഈ ഒരു സൈഡിൽ ഇവിടെ കാപ്പിത്തോട്ടങ്ങളാട്ടോ. ഓട്ടോറിക്ഷക്കാരൻ സൈഡ് തരൂല തന്നെ പോണല്ലേ. ഈ സൈഡ് മൊത്തം കാപ്പിത്തോട്ടങ്ങളാട്ടോ. ബുഷ് കാപ്പി. ആ, അധികം ഹൈറ്റ് ഇല്ലല്ലോ, ചെറിയ കാപ്പി ചെടികളല്ലേ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എനിക്ക് തോന്നുന്നത് അത് റൂമിന് വേണ്ടി ചോദിക്കുന്ന റൂം ഇനിയിപ്പോ ഇത്രയും അടങ്ങാറ് പിടിച്ചാണ്ട് നമ്മളെ വണ്ടീന്റെ പുറകിന് വരണോ? നമ്മളീ വണ്ടിയിലാ കിടന്നുറങ്ങണോ ആൾക്കറിയിട്ടോ. അതുങ്ങൾക്ക് അതിനുള്ളതല്ലേ ഉള്ളൂ. റോഡിൽ എത്രങ്ങാനും ഹോം സ്റ്റേകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഇപ്പൊ ഓരോ തണ്ണിച്ചാണ്ട് ഓരോ ഇത് നോക്കണത്? നമുക്ക് ഇവിടുന്ന് പെട്ടാണ് ഒരു ഹോം സ്റ്റേ ഇതിന്റെ റൂമിന്റെ നേരെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഇവന്മാരെന്ത് ചെയ്ത് വന്നു. ഇവിടെ എന്തോ ആണ്, എന്തിന്റെയോ പാർക്കിംഗ് ആണ്. അവിടെ എന്താ വ്യൂ? ആ, ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ആ സൈഡില്. ആ സംഭവമാണ് അവിടെ. അവിടെ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അങ്ങോട്ട് പോണതാണ്. ഗ്ലാസ് ബ്രിഡ്ജ് കാണണോ? ഒന്ന് പോയി വേണ്ട, നമുക്ക് ഇവിടെ പോവാം. വാട്ടർഫാൾസിൽ പോവാം. ഫുഡ് ഉണ്ടാക്കണം, അതിനുള്ള വെള്ളം എടുക്കണം. പമ്പന്ന് വെള്ളം എടുക്കണം. ഇവിടെയൊക്കെ സൈഡ് വഴിയല്ല, റോഡ് സൈഡൊക്കെ ഫുള്ള് കാടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കാപ്പിത്തോട്ടം. നമ്മളവിടെ ആണെങ്കിൽ ഫുള്ള് റബ്ബർ, കവുങ്ങ്, തെങ്ങ്. ഇവിടെ ഓരോ ഏരിയയിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കൂലേ. ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചുള്ളത് ഈ സംഭവങ്ങളായിരിക്കും. അതേ ഇവിടെ പശുവിന്റെ ഫാമാണ് ഇവിടെ. അത് നോക്കി, അതിനകത്ത് ഫുള്ള് എല്ലാത്തിനെയും അഴിച്ചു വിട്ടേക്കാണ്. അവിടെ വലിയൊരു പശു ഫാം ഒക്കെ ഉണ്ട്. റോട്ടിൽ റബ്ബർ ഉണ്ടാവില്ല ഈ കാലാവസ്ഥയില്. റബ്ബർ പിടിക്കൂലേക്ക്. നമുക്കൊരു കുറച്ചൊരു ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് റബ്ബർ വെച്ചാലോ? വെറൈറ്റി. മടിക്കേരിയിൽ റബ്ബർ തോട്ടം. സിനിമയിലൊക്കെ പണ്ട് പറയണ കേട്ടില്ലേ, മടിക്കേരി കൂർഗ് കുടകിലേക്ക് ഞങ്ങളൊന്നും ഓണാഘോഷം പിക്നിക്കിന്. പിക്നിക്കല്ല, ഓണത്തിന് അല്ല, വെക്കേഷന് ടൂർ പോയി ഇറങ്ങി. കുടകിലൊക്കെ ഇവിടെയൊക്കെ മടിക്കേരിയിലൊക്കെ സ്ഥലങ്ങളൊക്കെ കൊടുക്കാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളിട്ടോ. നല്ല റിസോർട്ടിനും ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീഡിയോ ഇടുമ്പോ ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കും. എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട്. കാണിക്കാൻ ഞങ്ങളടുത്ത് സ്ഥലമില്ല. കേരളത്തിലുള്ള ഒരുവിധ സ്ഥലങ്ങളൊക്കെ നമ്മളെ കണ്ണൂരും കാസർഗോഡും ഒരുവിധം എല്ലാത്ത നമ്മള് വീഡിയോ ഇട്ട് ഇതായില്ലേ. നമ്മളതിലെ പതുക്കെ പോന്നപ്പോ ഇവര് വിചാരിച്ച്, ഓട്ടക്കാര് വിചാരിച്ച എന്താ പറയാ, റൂം തെരഞ്ഞ് നടക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഇപ്പൊ ഓരോ തെരഞ്ഞ് നടക്കുന്നത്? എത്രയോ സൈറ്റുകളിൽ, പിന്നെ എല്ലാ സൈറ്റിലും എവിടെ ഇതിൽ നോക്കിയാൽ, ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ റൂം എവിടെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണും. എന്നിട്ട് ഇവർക്കും ഒരു കമ്മീഷൻ, ഇവർ ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോയ്ക്ക് കൊണ്ടുപോണേന് അതിനൊരു ചാർജ്, പിന്നെ അവിടെ മറ്റേ ലോഡ്ജിൽ എത്തുമ്പോൾ അവിടെ അവർക്ക് കമ്മീഷൻ. നല്ല ഡയറക്ടറിന് പോയാൽ പോലെ. ലിവിങ് ക്വാർട്ടേഴ്സ് എസ്റ്റേറ്റ് ഇങ്ങോട്ടൊക്കെ ഫുള്ള് ലാൻഡ് ഫോർ സെയിൽ. വിളിക്കണോ? വീഡിയോ ഇടണോ? നമ്പർ എടുത്ത് വിളിച്ചോക്കണോ? പക്ഷെ ഇനി അങ്ങോട്ടും പമ്പില്ലാന്നാണ് കേട്ടോ. പമ്പില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അബി വാട്ടർഫാൾസ് കൂടി കണ്ടിട്ട് തിരിച്ചു പോരും.
ഇവിടത്തെ വീടുകള് ഇങ്ങനത്തെ ഒക്കെ മോഡലിലാണ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെമാർക്ക് വലിയ വലിയ കൊട്ടാരങ്ങളൊന്നും അല്ല അല്ലേ. ഇതൊക്കെ ഒരു 500, 550, 600 സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ വീടുകളാണ്. ചെറിയ വീടുകളാണ്. അത്രയൊക്കെ പോരെ നമ്മളെ നാട്ടിലെ അത്ര വലിയ വലിയ വീടുകളൊക്കെ എന്തിനാണ്? വീടുകൾ പറഞ്ഞാൽ നമ്മളെ കേരളത്തിലാണ് ഭയങ്കര വലിയ വീടുകൾ. RTOന്റെ ഓഫീസാണ്. മടിക്കേരി ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ? അവിടെ പിന്നെ ടെസ്റ്റ് ഒന്നും നടക്കുന്നില്ല. അപേക്ഷിച്ച് കഴിഞ്ഞാൽ നേരെ ലൈസൻസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കോ? പിന്നെ ഈ പോവാണ്ട് ഒരു 1/2 കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ അബി വാട്ടർഫാൾസിലേക്ക് എത്തി. സംഭവം നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മള് ഒരു 1/2 കിലോമീറ്ററും കൂടി പോയാൽ നമ്മളെ സ്ഥലത്തേക്ക് എത്തുട്ടോ. ഇച്ചു നമ്മളൊപ്പം അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞാവേന്റെ പുറകില് നല്ല ഉറക്കാണ്, ഉറങ്ങീന്. പിന്നെ ഇതെന്താ ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ബസ്സൊക്കെ ആൾക്കാര് വെള്ളം കിട്ടിയാലും നമുക്ക് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിനി അല്ലേ? ഇതൊക്കെ ഫുള്ള് വെയിലാണല്ലോ. ബസ് മിനി ബസ് ഭക്ഷണം ഉണ്ടാക്കിയ കൊണ്ടുവരല്ലേ? ഗ്യാസ് കൊടുക്കുന്നു. ഉണക്കിന്റെ ഇഷ്ടപ്പെട്ടത് എത്താറായിരിക്കണം. പക്ഷെ അവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ പോകുക? അല്ല, വാട്ടർഫാൾസിന്റെ അടുത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കിയാലോ? പറ്റും. പണി പാളി എന്തെങ്കിലും കാണുന്നില്ല. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോകണ്ട് കേട്ടോ. കണ്ടമാനം വണ്ടികൾ വരുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെയായിരുന്നോ? മാപ്പ് നിന്നോ? വെൽക്കം ടു അബി വാട്ടർഫാൾസ് എത്തി നമ്മള്. അത് അവിടെ ആൾക്കാരെ ഇറക്കിയിട്ട് വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താണ്. അപ്പൊ എത്താനായി. ഞാൻ ഈ ഇടയ്ക്ക് പുറകത്തെ ഒരു വണ്ടിയില് സൺറൂഫിൽ കയറി വരുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഈ സൺറൂഫിൽ കയറി പോയാൽ എന്താ പ്രശ്നം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു പെട്ടെന്നൊരു ബ്രേക്ക് ചവിട്ടിയേ ഒരു ബ്രേക്ക് ചവിട്ടുന്ന മാത്രമേ മറ്റേ മേലെ ക്രോസിങ് ഇതൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും റെയിൽവേ ക്രോസിന്റെ അടുത്തൊക്കെ കമ്പികളൊക്കെ വെക്കൂലേ, അവിടെയൊക്കെ വരുമ്പോ തല അറ്റാണ്ട് പോകും. തല മുറിയും. ഇത് അങ്ങോട്ട് പോകണത് ഇങ്ങോട്ട് വരുന്നതാണോ? ഇതൊക്കെ കൊറേയൊക്കെ വണ്ടികൾ അവിടെ ഇവിടെ ഒക്കെ നിർത്തിയിട്ടേ ബസ് നിർത്തിയിട്ടാ ഇന്ന് വരുന്നത്. അങ്ങനെ വരുന്നവരൊക്കെ ഉണ്ടാവും. വണ്ടികൾ അവിടെ ഇട്ടിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരികട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങാണ്ട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യണം. പാർക്കിംഗ് ഏരിയ ഉണ്ടാവുമോ അതോ ഇവിടെ തന്നെയാണോ? ഇത് അഡ്വഞ്ചർ ഇതാ സിപ്പ് ലൈനിൽ പോണതാ. ഇവിടെ അങ്ങാണല്ലേ, ഇവിടെ സിപ്പ് ലൈനിൽ പോണതാ. സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട് പോണതിന്റെ ഇടയിൽ കൂടെ. ബസ് നിർത്താൻ അവിടെ ഗ്യാപ്പുള്ളൂ. നമ്മളവിടെ കണ്ടില്ലേ, അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് നടക്കണം. അതില് സിപ്പ് ലൈൻ പോകുന്നുണ്ടോ? അതിന്റെയാണ് അവിടെ നേരത്തെ കണ്ട്. അതിലങ്ങള് പോയ ഞങ്ങളെ കിളിവാറും അങ്ങ് താഴെയാണ് സിപ്പ് ലൈൻ ഉള്ളത് കേട്ടോ. നമ്മളിപ്പോ ആ വണ്ടികളൊക്കെ നിർത്തിയിട്ട് അങ്ങനെ ആ വളവില് കണ്ടില്ലേ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് ദൂരോട്ടാണ് ഉള്ളത്. എവിടെ വെള്ളച്ചാട്ടം?
പെരുന്തർക്കല്ലേ? ഓ ഇന്ന് ശനിയാഴ്ചയും കൂടി അല്ലേ? ഇവിടെ ഒന്നും ശനിയാഴ്ച അവധിയാ? എല്ലായിടത്തും അവധിയല്ലേ? ഇപ്പോഴത്തെന്താ എന്താ വണ്ടി നീങ്ങാത്തെ? വണ്ടി നീങ്ങുന്ന തോന്നുന്നില്ല. അങ്ങനെ നമ്മള് ലാസ്റ്റ് നമ്മളെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വാട്ടർഫാൾസിലേക്ക് ഇതാണ് എത്തിക്കൊണ്ടിരിക്കുക. ബാക്കിലൊക്കെ ഇങ്ങനെ ക്യൂ ആയില്ല തുടങ്ങി വണ്ടി. കൊറേ വണ്ടി ഉണ്ട് മുന്നിലോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെ വരി വരിക്ക് പോണുണ്ട്. അങ്ങോട്ടൊക്കെ കണ്ട് ഇഷ്ടം പോലെ വണ്ടികളാണ്. ഇതിൽ ഇറങ്ങാൻ പറ്റുമോ നമുക്ക്? ഇവിടെയോ? അല്ല അതിനകത്തോ? ഇറങ്ങാൻ പറ്റുമോ നമുക്ക് അവിടെ ചെന്നാലേ അറിയുള്ളൂ. അവിടുത്തെ ഇതിനനുസരിച്ചാ. കൊറേ ആള് നടന്നിങ്ങനെ പോണ്ട്. ബസ്സിന് വന്നാലൊക്കെ ആയിരിക്കും. ബസ് അവിടെ നിർത്തിയിട്ട് നടക്കണം. ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവുക ഇനി വണ്ടി വെക്കാനുള്ള. വണ്ടികൾ ഏതായാലും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല കേട്ടോ. അപ്പൊ അറിയാം പിന്നെ അവിടെ ഉണ്ടാവും എന്നുള്ളത്. അങ്ങോട്ട് കൊറേ വണ്ടി പോവുണ്ട്. പാർക്കിങ്ങിന്റെ അവര് പൈസ പിരിക്കുന്നുണ്ട് തോന്നണം അവിടെ കേട്ടോ. പൈസ റെഡി ആയിക്കോളെ. 10 ഉള്ളൂ. നിങ്ങളടുത്ത് 80 ഉറുപ്പിട്ടല്ലേന്നോ? കഴിഞ്ഞോ? 10 ഉറുപ്പ്യ. ബാക്കി 70 ഉറുപ്പ്യ ഉണ്ടാവും. അടുത്ത വണ്ടി നമ്മളാ കായ് 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 കൊടുക്കുക. ചേഞ്ച് ആണ് ഇല്ലാത്തത്. അങ്ങനെ നമ്മള് ടിക്കറ്റ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് സംഭവം കൊടുത്തിട്ടോ. ഇനി അവിടെ ചെന്ന് നമ്മക്കുള്ളതൊക്കെ എടുക്കണം. പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായാൽ മതിയെന്നു. ഇവിടുന്ന് ഓക്കെ ആക്കാടാ. ഇവിടുന്ന് ഓക്കെ ആക്കാം നമുക്ക് സംഭവം. കണ്ടമഴ ആളുണ്ട്. ഫുള്ള് ടാക്സി കേട്ടോ. ഈ ഭാഗം മൊത്തം ടാക്സികൾ, ഈ വണ്ടികളെല്ലാം. വണ്ടി ബേമ്പേ എടുക്കാത്ത. നമ്മൾ വണ്ടി കട പാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇനി എവിടെയാണ് എയിലാണ് ഇറങ്ങല് പോലൊന്നും അറിയില്ല. ഒക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. കണ്ടമാനം വണ്ടികളാട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. സിപ്പ് ലൈനിലൊക്കെ പോണ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്കും കുറേ നേരമായി പോണം എന്നൊക്കെ പറയുന്നു. എവിടെയാണ് കണ്ടുപിടിക്കണം അല്ലേ? പോയോക്കാം നമുക്ക്. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. വണ്ടികൾ ഇടാൻ സ്ഥലമല്ല, ഇഷ്ടം പോലെ ആൾക്കാരാണ്. വണ്ടി ഉണ്ടാവും. അത് ഫുള്ളല്ല, എന്താ പറയാ, ഇതെല്ലാം സെറ്റപ്പ് ഉണ്ടായിരുന്നു. 4 വീലാണ്, 4x4. പിന്നെ ഗ്ലാസ് ഇല്ലേ, ബാക്കിത്തെ ഗ്ലാസ് മാത്രമായിട്ട് പൊക്കാൻ പറ്റുമോ? ഒരു ജ്യൂസൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാണ്ട് പിന്നെ നമുക്ക് വിശക്കൊന്നുമില്ല. അപ്പം അതൊക്കെ കയറി പോന്നാ മതി. കിട്ടിയോ? ഏതാ ചോക്ലേറ്റാ വാങ്ങിട്ടോ? മാംഗോ ജ്യൂസാണ് വാങ്ങിയത്. സ്ലൈസ്
അപ്പൊ ഇത് വാങ്ങി കുടിച്ചിട്ട് വിശപ്പൊന്ന് ചെറുങ്ങനെ മാറ്റുന്ന എനർജി ആക്കിയിട്ട് നമുക്ക് പോവാച്ചിലാണ് കേട്ടോ. രണ്ടോ ടിക്കറ്റ് എടുക്കണ്ടേ? ടിക്കറ്റ് എടുക്കൽ എവിടെയാ? ആ അടുത്തൊരു വരവ് ഞാൻ വിചാരിക്കണതേ ഒരു ട്രാവലർ മേടിച്ചൊരു കാരവാനൊക്കെ സെറ്റ് ചെയ്യണം. നടക്കുവോ? ഈ വണ്ടി കണ്ട് കണ്ടപ്പോഴേക്ക് ഓർമ്മ വന്നേ. ആ പോട്ടെ പോട്ടെ പോട്ടെ. അത് നടന്നോ? ഫുള്ള് തിരക്കട്ടെ. ഇരുന്ന് ഓണടിക്കണ്ട എല്ലാരും. പോയിക്കോ പോയിക്കോ. पो यहाँ पे रहेगा, फोन नहीं मिलेगा, गाड़ी नंबर देख के यहाँ पे आ जाओ। 5322 ആ ഒരെണ്ണം മേടിച്ചു പിടിക്ക. അതിൻ്റെ എന്തൊക്കെയാ കാണിക്കണത്? बाबा ले लीजिए टिकट. चलो एक्सक्यूज मी. എത്ര ഉള്ളൂ? എന്നാ വാ. വരും തിരക്കാണ് കേട്ടോ ഗായ്സ്. ഒരു 1.5 തിരക്കുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടാവില്ല കാണാണ്ടാവും. നമുക്ക് പോയി നോക്കണ്ടേ? അപ്പൊ നമുക്ക് എന്തായാലും പോയോക്കണം. ചേട്ടായി ഭയങ്കര ത്രില്ലിങ്ങിലാണ് കേട്ടോ. ഞാൻ അതിലൊന്നും കണ്ടതാ കൊറേ മുന്നേ. നമ്മള് പണ്ടോട്ട് വന്നിട്ടുണ്ട്. ആ എന്താ ജ്യൂസ്? വാവുണ്ട് ചോക്ലേറ്റാ. കിച്ചു ഭയങ്കര ജ്യൂസ് കുടിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കിച്ചു കൂടെ വരണം കേട്ടോ. ഒരുമിച്ച് വരണം, ഒപ്പം വരണം. തിരക്കാണ്. ആരേലും എടുത്തിട്ട് കൊണ്ടുപോകന്നെ. ഒപ്പം വാ. സ്റ്റെപ്പ് കണ്ടുപോകാൻ ഇറങ്ങാണ്ട്. ഇവന്താ അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ നല്ല രസമുണ്ട്. അങ്ങോട്ട് ഇറക്കാണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ നല്ല രസമുണ്ട്. ഇപ്പോഴേ സൗണ്ട് കേൾക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം എവിടെ? അതെ കേക്കില്ലേ? വലിയ സൗണ്ട് ശ്രദ്ധിച്ച് കേട്ടോ. പോണ വഴിയല്ലേ രണ്ട് സൈഡും. ആ കൊച്ചിന്റെ അടുത്ത് ഉണ്ടോ? കാപ്പിത്തോട്ടങ്ങളുണ്ട് രണ്ട് സൈഡിലും. ഏത് ആ മറ്റേ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളാം. ആവശ്യം കുടിച്ചു കഴിഞ്ഞെങ്കിൽ അതിനകത്ത് ഇട്ടോ. വെറുതെ കൊണ്ട് നടക്കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ പോകട്ടോ.
ഇവൻ കൂടെ വരുന്നില്ലേ? ഓന് ബാക്കി കൂടെ ഓൻ ജ്യൂസ് എല്ലാം കുടിച്ച് റിലാക്സ് ആയി ഇങ്ങനെ നടന്നു വരുന്നേ. കുടിച്ചു കഴിഞ്ഞോ? നൈ ഇതിനകത്തിട്. അല്ലെങ്കിൽ വെറുതെ ആ ബോട്ടിൽ ഇങ്ങനെ കുടിച്ചോണ്ട് നടക്കണം. അതിപ്പോ കുടിക്കണ്ട, കുറച്ച് കഴിയട്ടെ. നമുക്കിനി ഒരു കുഞ്ഞ ബാഗ് മേടിക്കണം കേട്ടോ. ഇങ്ങനത്തെ യാത്രക്ക് കുഞ്ഞ ബാഗ് ഒരെണ്ണം മേടിക്കണം. എന്നാലും എന്താ വെച്ചാല് എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് വെക്കാനൊക്കെ, ബോട്ടിലൊക്കെ ഇടാന് അതൊരെണ്ണം വാങ്ങണേ. കൊറേ ഇങ്ങോട്ട് പറയുന്നു, നിങ്ങളത് മൈൻഡ് ആക്കണല്ലോ. ആ ചെറിയ കുട്ടികളെ മൊയലിന്റെ അങ്ങനത്തെ ഉള്ള കുട്ടികൾ ഇടണം. അങ്ങനത്തെ ഷോ പ്രസിഡന്റ് അങ്ങനത്തെ കുഞ്ഞ കുഞ്ഞ ബോട്ടിൽസ്, ടവൽസ്. കൊറേ പോണ്ട്. ഇവിടെ നമ്മള് വന്നാണ് പണ്ട് കല്യാണം കഴിഞ്ഞ ടൈമില്. അന്ന് ഫുള്ള് കറക്കല്ലേ. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. നടന്നും അടുത്തിട്ട് ഇവിടെ ഇരുന്നത് കൊറേ നേരം. तू पण घे मला दोघं आणि सौरभला तिला घ्यायला सौरभ भैया अस्मिता भाभी നമ്മളങ്ങോട്ട് എത്താനായിട്ടോ. വെള്ളച്ചാട്ടം കേക്കാം. വെള്ളം ചാടുന്ന സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. ആ ആ ചേട്ടാക്ക് ഇവിടെ വന്നൊന്നും ഓർമ്മല്ലേ? നമ്മള് വന്നിട്ടുണ്ട് ഇതിലൊക്കെ. ആ ഇവിടെ നമുക്ക് ചെറുങ്ങനെ അങ്ങനെ കാണാം. ഓ എന്താ രസം ഇത്. ആ കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ എത്തിട്ടോ. കുറെ നേരം ഇങ്ങനെ നടന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് അങ്ങനെ ലാസ്റ്റ് എത്തി നമ്മള്. നല്ല കിടിലൻ വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇത് രസം നോക്കി അങ്ങ് മേലെ ഹൈറ്റിൽ നിന്നാണ് ആ വെള്ളം ചാടി വരുന്നോ. എത്രയോ ദൂരത്ത് നിന്ന് വരുന്നതാണ്. ഫോട്ടോ എടുക്കാൻ പറ്റുമോ അറിയില്ല, നോക്കാം. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുമോ? പോയോക്കാം.
പൊളിഞ്ഞോടോ? ഇതാകെ പൊളിഞ്ഞു. സംഭവം എങ്ങനെയുണ്ട്? സംഭവം കേട്ടുവാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. തിരക്കാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനും പറ്റില്ല, വീഡിയോ എടുക്കാനും പറ്റില്ല. അത്യാവശ്യം തിരക്കാണ്. ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നല്ല കാറ്റടിക്കണോ? നല്ല തണുത്ത കാറ്റാണ്. തുമ്പികളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ തുമ്പികളൊക്കെ മഴ പെയ്യുന്ന പോലെ അല്ലേ, മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ ആ വെള്ളത്തിന്റെ കണികകൾ ഇങ്ങനെ വന്ന് നമ്മളെ മുഖത്തേക്ക് വരുന്നുണ്ട്. സംഭവം എങ്ങനെയുണ്ടാ? ഓന് ഭയങ്കര ഇഷ്ടമായി. ആ പോലെ തിരക്കാണ് കേട്ടോ. കാല് കുത്താൻ ഇടല്ല, അമ്മത്തെ തിരക്കാണ്. കുറച്ചേരം നമ്മൾ നല്ല നോക്കി ഒന്ന് പിന്നെ പോരഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. കിച്ചുവാ, കിച്ചുവിന്റെ കൈ പിടിച്ചോ. അപ്പൊ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ കേറണം. കുറച്ചേരം നമ്മൾ എവിടെയെങ്കിലും ഇരിക്കണം. ഫുഡെല്ലാക്കണം. അതിങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഹബി വാട്ടർഫാൾസിലെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് കേട്ടോ. നല്ല കിടിലൻ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അതേട്ടയ്യേ പിന്നെ അടിപൊളിയല്ലേ, ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് പോകാൻ തോന്നൂല, അത്രയ്ക്ക് രസമാണ്. അപ്പോൾ നമ്മളെ വാട്ടർഫാൾസിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അപ്പോൾ അത്രയ്ക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കണേ. കിച്ചു അപ്പോൾ എല്ലാവർക്കും അതും കുടിച്ച് വരിക, ജ്യൂസ് കുടിച്ചിങ്ങനെ നടന്നു വരാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അതെ, നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതെ, ബൈ.